എല്ലാവർക്കും ഗെയിമർ ആപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഗെയിമായ അൺചാർട്ടഡിൻ്റെ ഫോർത്ത് സീരീസ് എ തീവ്സ് എൻഡ് എന്നൊരു ഗെയിമിനെ കുറിച്ചാണ്. ഇതൊരു റിവ്യൂ വീഡിയോ അല്ല, കാരണം ഈ ഒരു ഗെയിം 2016 ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഗെയിമേഴ്സും ഓൾറെഡി ഈ ഒരു ഗെയിം കളിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. 2025 ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള റിവ്യൂവിനൊന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അങ്ങനെ വേണമെന്നുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഗെയിം കളിച്ചതിന് ശേഷം എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. Are you ready to seek your fortune? നമുക്കെല്ലാവർക്കും അറിയാം, പ്ലേ സ്റ്റേഷൻ്റെ ഒരു മെയിൻ സെല്ലിംഗ് പോയിന്റ് തന്നെ അവരുടെ എക്സ്ക്ലൂസീവ് ഗെയിംസ് ആണ്. അതിൽ തന്നെ ഒരു ബെസ്റ്റ് ഗെയിമാണ് ഈ അൺചാർട്ടഡ് സീരീസ്. എനിക്ക് ചെറുപ്പത്തിൽ ഈ ഗെയിം കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു പ്ലേ സ്റ്റേഷൻ എക്സ്ക്ലൂസീവ് ഗെയിം ആയതുകൊണ്ട് തന്നെ അതിന് സാധിച്ചില്ല. പിന്നെ ഇപ്പോഴാണ് ആ ഒരു ഗെയിം കളിക്കാനുള്ള സാഹചര്യം ഒത്തു വന്നത്. സോ അതുകൊണ്ടാണ് 2016 ഇറങ്ങിയ ഗെയിം ഞാൻ ഈ 2025 കളിച്ചത്. ഇനി ഈ ഗെയിം എനിക്ക് തന്നത് കിഡിലെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഗ്രാഫിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ PS5 കളിച്ചത്. ഓഫ് കോഴ്സ് ആ ഒരു കൺസോളിന് വേണ്ടി ഇത് കുറച്ചൊക്കെ ട്വീക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്വാളിറ്റി എല്ലാം ഈ ഗെയിം കളിക്കുമ്പോൾ കാണാനും ഉണ്ട്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇറങ്ങിയ പല ഗെയിമിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ 2016 ഇറങ്ങിയ ഈ ഒരു ഗെയിം. ഓഫ് കോഴ്സ് ഈ ഒരു ഗെയിമിന് പല ഡ്രോബാക്സ് ഉണ്ട്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് റിവ്യൂ ഞാൻ ചെയ്യില്ല. കാരണം 2016 ഇറങ്ങിയതുകൊണ്ട് അതിന് പല പോരായ്മകളും ഉണ്ട്. ബട്ട് പേഴ്സണലി ആ ഇഷ്യൂസ് ഒന്നും എൻ്റെ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കാര്യമായിട്ടൊന്നും ബാധിച്ചില്ല. ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു മൈനർ മിസ്റ്റേക്ക് അത് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പെട്ടു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് തോന്നിയത്. അത്ര വലിയ ഇഷ്യൂ ഒന്നും അല്ല. ഈ പറയുന്ന പല ഗെയിമിലും ഇങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ഈ ഒരു വിഷയങ്ങളുടെ അടുത്തും കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ഇടണമെന്ന് മാത്രം. മെയിൻ ക്യാരക്ടറായിട്ടുള്ള നേത്തൻ ഒരു ജയിലിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവനെ ഹാൻഡ് കഫ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ബട്ട് നമ്മളതൊരു ഫോക്കസ് മോഡിലേക്ക് മാറ്റുമ്പോൾ, അതായത് ക്യാമറ ഒന്നുകൂടി സൂം ആയിട്ടുള്ള ഒരു മോഡിലോട്ട് മാറ്റുമ്പോൾ ആ ഒരു കഫ് വീണ് കിടക്കുന്നത് കാണാം. അത് കഫ് റിലീസ് ചെയ്ത പോലെ നിൽക്കുന്നത് കാണാം. ശരിയാണ്, അത്ര വലിയ ഇഷ്യൂ ഒന്നും അല്ല. ബട്ട് ഞാൻ കളിക്കുമ്പോൾ അത് കണ്ടു, അതുകൊണ്ടൊന്ന് ഷെയർ ചെയ്തത് മാത്രം. ഇതൊന്നും ഈ ഒരു ഗെയിമിനെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഓവറോൾ ഈ ഒരു ഗെയിം എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് തന്നത്. എസ്പെഷ്യലി ഇതിൻ്റെ സ്റ്റോറി. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതിൻ്റെ സ്റ്റോറിയാണ്. ഇതിന് മുന്നേ ഇതിൻ്റെ സിനിമ എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആ സിനിമ കാണുന്നതിന് പകരം ഈ ഒരു ഗെയിം കളിക്കാൻ നോക്കുക. ബിക്കോസ് ആ സിനിമ ഒരു അട്ടർ ഫെയിലിയർ ആയിരുന്നു. ഈ ഒരു ഗെയിം കളിക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. 2016 ഇറങ്ങിയത് എന്ന് പറഞ്ഞിട്ട് കളിക്കാണ്ടിരിക്കരുത്. 2025 കളിക്കാൻ പറ്റിയ ഒരു ഗെയിമിൻ്റെ സെയിം ലെവൽ ഓഫ് ക്വാളിറ്റി ഈ ഒരു ഗെയിം പ്ലേ നമുക്ക് തരുന്നുണ്ട്. സോ ഇത്ര മതി ഇന്നത്തെ ഒരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.